പാഴായിപ്പോയ നിങ്ങളുടെ കുടുംബത്തെ പണിതെടുത്ത് പാർപ്പിന് അനുയോജ്യമാക്കി തീർക്കുന്ന ഒരു ശക്തനായ ദൈവമുണ്ട്. അതിനുവേണ്ടി ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പാഴായിപ്പോയ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ ഒരു പവിഴം പോലെ പണിതെടുത്ത് പരമോന്നതമാക്കി മാറ്റുവാൻ, അനേകർക്ക് പ്രയോജനമുള്ളതാക്കി മാറ്റുവാൻ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ പാഴായി പോയത്, ശൂന്യമായി പോയത്, പണിയപ്പെടാതെ കിടന്നതിനെ ദൈവം പുതുക്കി പണിയുന്നതും വെളിച്ചം കൊണ്ടുവരുന്നതും ശോഭയുള്ളതാക്കി മാറ്റുന്നതും നമ്മൾ കാണുന്നു. അവിടെയാണ് മനുഷ്യനെ ദൈവം പാർപ്പിക്കുന്നതും, അവിടെയാണ് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വന്ന് മനുഷ്യനോട് കൂടെ വസിക്കുന്നതും, ദൈവത്തിന്റെ മഹത്വം മനുഷ്യരിലേക്ക് വെളിപ്പെടുത്തുന്നതൊക്കെ. ദൈവം ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ആ സാന്നിധ്യം, കഴിഞ്ഞ കാലങ്ങൾ ഇരുളടഞ്ഞു പോയത്, പാഴായി പോയിടത്ത് പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ച്, ദൈവത്തിന്റെ വെളിച്ചം അയച്ച് നിങ്ങളുടെ സ്ഥിതികൾക്കെല്ലാം മാറ്റം വരുത്തി. ഇതാ ദൈവം മനുഷ്യനോടുകൂടെ, ആ ദൈവ സാന്നിധ്യം മനുഷ്യന്റെ കൂടാരത്തിൽ ഇറങ്ങി വന്ന് സംസാരിച്ച് ഇടപെട്ട പിതാവും മക്കളുമായി ജീവിക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം ഈ വചനങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഭവനത്തിനകത്തെ ശൂന്യതകളെ മാറ്റും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന, ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു, പാഴായി തീർന്ന ഭൂമിയുടെ മുകളിൽ വലിയ ജലസാഗരം പോലെ ഇങ്ങനെ കിടക്കുക, വെള്ളം കിടക്കുക. അതിന്റെ മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. ദൈവത്തിന്റെ ശബ്ദം അതിന്റെ മുകളിലേക്ക് വന്നപ്പോൾ ആ പാഴും ശൂന്യമായ ആ ഭൂമിയെ പാർപ്പിന് അനുയോജ്യമാക്കി മാറ്റി. സകല സൃഷ്ടിജാലങ്ങളെ കൊണ്ട് നിറച്ച് മനുഷ്യനെ അതിൽ കൊണ്ട് പാർപ്പിച്ചു. മാത്രമല്ല, ദൈവം എവിടെ ഇരുന്നോ അവിടെ ഇരുന്ന ദൈവം, അദൃശ്യനായ ദൈവം മനുഷ്യനോട് കൂടെ വന്ന്, ആദാമിനോട് ഹവ്വയോട് കൂടെ വന്ന് നടന്ന് സംസാരിച്ച് സഞ്ചരിച്ച് ആനന്ദിക്കുന്ന ഒരു അനുഭവം. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പാഴായിട്ട് ശൂന്യമായിട്ട് കിടക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ യിരെമ്യാവിനോട് ദൈവം പറയുകയാണ്, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. പ്രവാചകൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ഒരു ചക്രത്തിന്മേൽ ചക്രം കറക്കി ഒരു മൺപാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുശവനല്ലേ, അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ കാഴ്ചയിൽ തന്നെ പെട്ടെന്ന് നോക്കിയപ്പോൾ ആ പാത്രം കയ്യിൽ ഉടഞ്ഞുപോയി. അത് വലിച്ചെറിഞ്ഞിട്ട് വേറെ കുറച്ച് മണ്ണെടുത്തിട്ട് പാത്രം മെനഞ്ഞെന്നല്ല, ആ ഉടഞ്ഞു പോയതിനെ ആ കുശവൻ തനിക്ക് ബോധിച്ച മറ്റൊരു പാത്രമാക്കി മെനഞ്ഞെടുക്കുകയാണ്. അടുത്ത വചനത്തിൽ കർത്താവ് പറയുന്നത്, യിസ്രായേൽ ഗൃഹമേ, കുശവന്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്നത് പോലെ, കുശവന് കളിമണ്ണിന്റെ മേൽ അധികാരമുള്ളതുപോലെ എനിക്ക് നിങ്ങളുടെ മേൽ അധികാരമില്ലയോ? നിങ്ങളെ പുതുക്കി പണിയുവാനും നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും എനിക്ക് അധികാരമില്ലയോ? അതേ പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബത്തെ പുതുക്കി പണിയുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഉടഞ്ഞു പോയതും തകർന്നു പോയതും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയതെന്ന് പറയുന്നതിനെ ദൈവം പണിതെടുക്കും. ഞാൻ പറയുമ്പോൾ, ഈ വചനം പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നത്, വിദ്യാഭ്യാസം മുടങ്ങിപ്പോയത് വർഷങ്ങളായി, വയസ്സായി, പക്ഷേ വിദ്യാഭ്യാസം മുടങ്ങി, അതിന്റെ വേദന നിൽക്കുന്ന ചിലർക്ക് ദൈവം അത് തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മറ്റൊരു മേഖലയിൽ ദൈവം നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പോവുകയാണ്. ഇതൊരു പ്രവചന ദൂതായിട്ട് നിങ്ങൾ സ്വീകരിച്ചോ? ദൈവം ആ മേഖലയിൽ നിങ്ങളുടെ തലമുറയെ പണിതെടുക്കാൻ പോവുകയാണ്, നിങ്ങളുടെ കുടുംബത്തെ പണിതെടുക്കാൻ പോവുകയാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച വിദ്യാഭ്യാസത്തിലോ ഉയർച്ചയിലോ നിങ്ങളുടെ തലമുറയെ വന്നില്ലെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിങ്ങൾക്ക് നഷ്ടമായത് നിങ്ങളുടെ തലമുറയിലൂടെ ദൈവം മടക്കിത്തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. പണി മുടങ്ങി കിടക്കുന്ന ഭവനങ്ങൾ, ആമേൻ, യേശുവിന്റെ നാമത്തിൽ ഈ 2026 ആദ്യ മാസങ്ങളിൽ തന്നെ അതിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് ദൈവം വരുത്താനുള്ള വാതിലുകളെ തുറക്കുകയാണ്. പാഴായി കിടക്കുന്നതിനെ, പാഴായി പോയതിനെ, ശൂന്യമായി പോയതിനെ, ഇവരോട് പറയാം, പ്രതീക്ഷയില്ലാതെ കിടക്കുന്ന ചില ഭവനങ്ങൾ, അത് മക്കളൊക്കെ ഉണ്ട്, പക്ഷെ ജോലിയില്ല, വരുമാനമില്ല, എല്ലാവരും ഒരു എങ്ങോട്ട് പോകുന്നറിയാതെ എല്ലാവരും പകച്ചു നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവ് പറയുന്നു, ദൈവം ആ പാഴായിപ്പോയെന്ന് പറഞ്ഞ നിങ്ങളുടെ കുടുംബത്തിലെ തലമുറയുടെ ഭാവിയെ ദൈവം പുതുക്കി പണിയാൻ പോവുകയാണ്. ഏറ്റവും വിലയുള്ളതായിട്ടും ഏറ്റവും ആവശ്യമുള്ളതായിട്ടും ഏറ്റവും പ്രഷ്യസ് ആക്കി ദൈവം മാറ്റാൻ പോവുകയാണ്. വിശ്വാസമുണ്ടോ? ഈ വചനം നിങ്ങൾ സ്വീകരിച്ചോ? പാഴും ശൂന്യമായതിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചപ്പോൾ അത് ഏറ്റവും പ്രയോജനമുള്ളതാക്കി, പ്രഷ്യസ് ആക്കി മാറ്റി, പവിഴം പോലെ ആക്കി ദൈവം മാറ്റി. ഹല്ലേലൂയ. ദൈവം ഇത് നിങ്ങളുടെ മേൽ ചെയ്യട്ടെ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ ദൈവം ചെയ്യട്ടെ, നിങ്ങളുടെ മക്കളുടെ മേൽ ദൈവം ഇത് ചെയ്യട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചാൽ നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരും.
ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചപ്പോഴാണ് എൻ്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തിയത്, എൻ്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തിയത്. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വന്നപ്പോഴാണ്. ഒത്തിരി തുഴഞ്ഞു നോക്കി, സ്വയമായി ഒരുപാട് ശ്രമങ്ങൾ നടത്തി നോക്കി, പല കഴിവുകൾ ഉപയോഗിച്ചു നോക്കി. പക്ഷേ പരിശുദ്ധാത്മാവ് ഇടപെട്ടപ്പോൾ വഴികൾ തുറക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ വെളിച്ചം വരാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോൾ ശരിയായ വഴിയിലൂടെ ദൈവം കൊണ്ടുപോകാൻ തുടങ്ങി. സമാധാനത്തിന്റെ ജീവിതമാണിന്ന്, സന്തോഷത്തിന്റെ ജീവിതമാണിന്ന്. ബാക്കിയെല്ലാം ഉള്ളപ്പോഴും സ്വസ്ഥതയും സമാധാനവും ഇല്ല. ഇന്ന് നിങ്ങളുടെ ജീവിതം അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിക്ക് നിങ്ങൾ ഇടം കൊടുത്തു. പാഴായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ, പാഴാണെന്ന് പറയുന്ന നിങ്ങളുടെ കാലങ്ങളെ, നാളുകളെ ദൈവം നന്മയാക്കി മാറ്റിയെടുക്കും, പ്രശോഭിതമാക്കി മാറ്റിയെടുക്കും, ശോഭയുള്ളതാക്കി മാറ്റിയെടുക്കും. ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലെന്നേ. പക്ഷെ ദൈവ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ സമർപ്പിക്കണം. ഈ ഉൽപ്പത്തി 1:2-3 വാക്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ വചനമാണ്. വെളിച്ചം ഉണ്ടാകട്ടെ. അപ്പൊ വചനം വരികയാണ്. ഇത് വചനമാണ്. പാഴായി കിടക്കുന്നതിന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾ ഈ വചനം കേൾക്കുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ സ്വീകരിക്കണം. സ്വീകരിക്കുമ്പോഴാണ് അതിനകത്തുനിന്ന് വിത്തുകൾ, ഭൂമിയിൽ കിടന്ന വിത്തുകളൊക്കെ പൊട്ടിമുളച്ച് അതെല്ലാം വൃക്ഷമായി ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങിയതെല്ലാം ഇങ്ങനെയാണ്. ഈ പ്രോസസ്സിലൂടെയാണ് വചനം വെളിപ്പെടുമ്പോൾ. ദൈവത്തിന്റെ വചനം, ആമേൻ, ഹല്ലേലൂയ, ആ വചനത്തിന് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അകത്തെ വിത്തുകളെ മുളപ്പിക്കാൻ കഴിവുണ്ട്. നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയ്ക്ക് ഭാവിക്ക് വേണ്ടിയുള്ള വിത്തുകളെ ദൈവം മുളപ്പിക്കും. ഭാവിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ദൈവം ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. ചേർന്ന് വരേണ്ടതിനെ ദൈവം ചേർത്ത് വരുത്തും, ചേർത്ത് കൊണ്ടുവരും. മുളപ്പിക്കേണ്ടതേ മുളപ്പിക്കും, ഫലം കായ്പിക്കും. ഫലമില്ലാത്തതാകുകയല്ലെന്നേ, പാഴായി കിടക്കുന്നതിനൊക്കെ ദൈവം പണിയാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൂതം ഏറ്റെടുത്ത് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ചില പണികൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചെയ്യട്ടെ. പാഴായി കിടക്കുന്ന ഭാഗങ്ങളെല്ലാം ദൈവികമായ പദ്ധതിക്കാതെ ഉപയോഗിക്കട്ടെ. പാഴായി കിടക്കുന്ന വീട്, പാഴായി കിടക്കുന്ന മുറി, പാഴായി കിടക്കുന്ന ഹാള്, ശൂന്യമായി കിടക്കുന്ന നിങ്ങളുടെ സ്ഥലം, വീട്, ഇരിക്കുന്ന പറമ്പ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, പുരയിടം, ഇതിനൊക്കെ ദൈവത്തിന് പദ്ധതി ഉള്ളതേ. ദൈവത്തിന് എല്ലാത്തിനും മേലും ദൃഷ്ടിയുണ്ട്. സകലത്തിന് മേൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. പാഴായിപ്പോയ നിങ്ങളുടെ ബിസിനസ്, ശൂന്യമായി പോയ നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ, പാഴായിപ്പോയ നിങ്ങളുടെ സഭാ ജീവിതം, ആരാധനാലയം ശൂന്യമായി കിടക്കുകയാണോ? പാഴായി നിങ്ങളുടെ ശുശ്രൂഷ, മുന്നോട്ട് ഗമിക്കാൻ പറ്റുന്നില്ല. കർത്താവ് നിങ്ങളെ ആത്മാവിനാൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പാഴും ശൂന്യമായ അവന്റെ മുമ്പിൽ ഒന്നുമില്ല. അവന്റെ മഹത്വത്തിന് വേണ്ടി അവൻ ഉപയോഗിക്കാനുള്ള പാത്രങ്ങളായത് മാറും. ആമേൻ. പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഈ വിഷയത്തിലൊരു ഒരു ഉയർച്ച ആവശ്യമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പണി ആഗ്രഹിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, പാഴും ശൂന്യമായി തീർന്ന പൈശാചിക ശക്തികൾ കയറിയിറങ്ങി സകലം നശിപ്പിച്ചു കളഞ്ഞ, പാഴാക്കി മാറ്റിയ ഭൂമിയുടെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ വെളിച്ചം വന്നു. കർത്താവേ, സസ്യങ്ങളൊക്കെ മുളച്ച് കിളിർത്ത് മനുഷ്യനെ പാർപ്പിക്കത്തക്ക രീതിയിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും തോട്ടങ്ങളാക്കി മാറ്റിയതുപോലെ, അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നവരുടെ കൂടെ സഞ്ചരിച്ചതുപോലെ, ഇന്ന് ഈ മക്കൾ കടന്നു പോകുന്ന ഒറ്റപ്പെടലും ശൂന്യതയും പാഴായിപ്പോ എന്ന് പറയുന്ന അനുഭവങ്ങളുടെ പേരിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് നിന്റെ മക്കൾക്കുള്ള കഴിവുകൾ, പ്രാപ്തികൾ, താലന്തുകൾ, കർത്താവേ, വാഗ്ദത്തങ്ങൾ എല്ലാം വെളിപ്പെട്ടു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വെളിപ്പെട്ടു വരണം. എന്നിട്ട് ദൈവസാന്നിധ്യത്തിൽ അവർ സഞ്ചരിക്കട്ടെ. ദൈവസാന്നിധ്യത്തിന്റെ നിറവ് അവർ അനുഭവിക്കട്ടെ. ശൂന്യതകൾക്ക് മാറിപ്പോകട്ടെ, നിറവുകൾ ഉണ്ടാകട്ടെ. പാഴായിരിക്കുന്ന, ശൂന്യമായി പോയിരിക്കുന്ന ദേശത്തിന്മേൽ, ഭവനത്തിന്റെ മേൽ, കർത്താവിയുടെ വരുമാനങ്ങളുടെ മേൽ, ഇവരുടെ നന്മകളുടെ മേൽ, സമ്പത്തിന് മേലൊക്കെ ദൈവികമായ നിറവ് വെളിപ്പെട്ടു വരട്ടെ. ശൂന്യതകൾ മാറട്ടെ. കർത്താവിയുടെ കുടുംബത്തിൽ, ഇവിടെ തലമുറയുടെ വിഷയത്തിലൊക്കെ കർത്താവെ ആ നിറവ്, ശൂന്യതകളൊക്കെ ദൈവം മാറ്റും. കർത്താവ് അത്ഭുതം ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ വചനം നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾ ഈ വചനത്തിൽ ആമേൻ പറയുക. പറ്റുമെങ്കിൽ ഇതുപോലെയുള്ള ഈ വചനം കേൾക്കാൻ താല്പര്യമുള്ള കുറച്ച് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഈ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ ഇതുപോലുള്ള വചന സന്ദേശം കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നമർത്തിയാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് മെസ്സേജ് നോട്ടിഫിക്കേഷൻ കിട്ടും. മറക്കരുത്. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.